വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കർണാടക സംസ്ഥാനത്തെ കുറിച്ചാണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കടക്കാം. 1956 നവംബർ 1 മൈസൂർ എന്ന പേരിൽ രൂപീകൃതമായ ഇന്ത്യൻ സംസ്ഥാനമാണ് കർണാടക. അപ്പൊ കർണാടക നിലവിൽ വന്നത് 1956 നവംബർ 1, അതായത് കേരള സംസ്ഥാനം നിലവിൽ വന്ന അതേ വർഷം തന്നെ. പക്ഷെ രൂപീകരിച്ചപ്പോ പേരെന്തായിരുന്നു? മൈസൂർ എന്നായിരുന്നു പേര്. ഇനി മൈസൂർ എന്ന പേര് മാറ്റി അത് കർണാടക എന്ന പേരിലായി മാറിയ വർഷം 1973 അപ്പൊ 1956 നവംബർ 1 മൈസൂർ എന്ന പേരിൽ കർണാടക സംസ്ഥാനം നിലവിൽ വരികയാണ്. 1973 മൈസൂർ എന്ന പേര് മാറി കർണാടകയായിട്ട് വരികയാണ്. ഈ കർണാടകയുടെ തലസ്ഥാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാംഗ്ലൂരാണ് കേട്ടോ. ഹൈക്കോടതിയും എവിടെ തന്നെയാണ്? കർണാടക തന്നെയാണ്. സോറി, ബാംഗ്ലൂർ തന്നെയാണ്. അപ്പൊ കർണാടകയുടെ തലസ്ഥാനം ബാംഗ്ലൂരാണ്. കർണാടകയുടെ ഹൈക്കോടതിയും എവിടെ തന്നെയാണ്? ബാംഗ്ലൂർ തന്നെയാണ്. കർണാടകയുടെ ഔദ്യോഗിക ഭാഷ എല്ലാവർക്കും അറിയാലേ, കന്നഡയാണ്. കന്നഡയാണ് കർണാടകയുടെ ഔദ്യോഗിക ഭാഷ. ഇനി കർണാടകയുടെ ഔദ്യോഗിക പുഷ്പം താമരയാണ്. അതുപോലെ തന്നെ ഔദ്യോഗിക മൃഗം ആനയാണ്. ഔദ്യോഗിക പക്ഷി പനങ്കാക്കയാണ്. പനങ്കാക്കയാണ് ഔദ്യോഗിക പക്ഷി. ഔദ്യോഗിക വൃക്ഷം ചോദിച്ചു കഴിഞ്ഞാൽ ചന്ദനമരമാണ്. എന്താണ്? ചന്ദനമരമാണ്. ഇനി കർണാടകയുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള കർണാടകയുടെ ഉത്സവം ദസറയാണ്. കർണാടകത്തിൽ പ്രസിദ്ധമായിട്ടുള്ള കലാരൂപം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യക്ഷഗാനാണ്. കർണാടകയിലെ ഏറ്റവും ഉയർന്ന ബഹുമതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർണാടക രത്നമാണ്. നമ്മൾ ഭാരതരത്നം എന്നൊക്കെ പറയില്ലേ, അതുപോലെ കർണാടക രത്നമാണ്. അതുപോലെ കർണാടകയുടെ നിയമസഭാ മന്ദിരത്തിന് വിളിക്കുന്ന പേര് വിധാൻ സൗദ എന്നാണ്. എന്താണ്? വിധാൻ സൗദ. കർണാടകയിലെ ഏക മേജർ തുറമുഖം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂ ബാംഗ്ലൂർ ആണ്. എന്താണ്? ന്യൂ ബാംഗ്ലൂർ. ഇനി കർണാടകയുടെ പ്രത്യേകത, എല്ലാ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുമായും അതിർത്തി പങ്കുവയ്ക്കുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനമാണ്. എല്ലാ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുമായും അതിർത്തി പങ്കുവയ്ക്കുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? കർണാടക. ഇനി ഈ കർണാടകയില് ആനകൾ ധാരാളം ഉണ്ട്. അപ്പൊ ആനകൾ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ സംസ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ ചന്ദനമരങ്ങൾ കാണപ്പെടുന്ന സംസ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ്. അതുപോലെ തന്നെ സിൽക്ക്, അതായത് പട്ട്, ചന്ദനം, പിന്നെ നമ്മൾ കാപ്പി, സ്വർണം, അതിന്റെയൊക്കെ ഉൽപാദനത്തില് മുന്നിൽ നിൽക്കുന്ന ഇന്ത്യയുടെ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ? കർണാടകയാണ് പറയാ. ഇനി നമ്മൾ പറഞ്ഞു മൈസൂർ എന്ന പേരിലല്ലേ കർണാടക നിലവിൽ വന്നത്. മൈസൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൈസൂറിന് ചന്ദന നഗരം എന്നൊരു പേരുണ്ട്. അപ്പൊ ചന്ദന നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? മൈസൂരാണ് കേട്ടോ. ഇനി ഈ മൈസൂര് ആധുനിക മോഡേൺ മൈസൂറിന്റെ ഫാദർ ഓഫ് മോഡേൺ മൈസൂർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വേശ്വരയ്യയാണ് പറയുന്നത്. വിശ്വേശ്വരയ്യ ആധുനിക മൈസൂറിന്റെ പിതാവാണ്. ഈ മൈസൂർ കടുവയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ടിപ്പു സുൽത്താനാണ് മൈസൂർ കടുവ, അല്ലെ? അതുപോലെ മൈസൂർ എക്സ്പ്രസ് ചോദിച്ചു കഴിഞ്ഞാൽ ജവഗൽ ശ്രീനാഥാണ്. ഇനി കർണാടകം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. കർണാടകം ധാരാളം ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ പറ്റിയ കുറേയധികം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കർണാടക ടൂറിസത്തിന്റെ പരസ്യവാചകം നമ്മൾ ഓർത്തു വെക്കണം. ഒരു സംസ്ഥാനം പല ലോകങ്ങൾ, വൺ സ്റ്റേറ്റ് മെനി വേൾഡ്. വൺ സ്റ്റേറ്റ് മെനി വേൾഡ്സ്, അതായത് ഒരു സംസ്ഥാനം പല ലോകങ്ങൾ എന്നതാണ് കർണാടക ടൂറിസത്തിന്റെ പരസ്യവാചകമായിട്ട് പറയുന്നത്. ഇനി ഈ നമ്മുടെ കർണാടകത്തിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ് കുടക്. കുടകിനെ ഇന്ത്യൻ ഹോക്കിയുടെ കളിത്തൊട്ടിൽ എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പൊ കർണാടകയിലെ പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ് കുടക്. ഇന്ത്യൻ ഹോക്കിയുടെ കളിത്തൊട്ടിൽ എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലമാണ് കുടക്. അതുപോലെ തന്നെ കർണാടകയിലെ പ്രസിദ്ധമായിട്ടുള്ള വേറൊരു സ്ഥലത്തിന്റെ പേര് അഗുംബെ എന്നാണ്. എന്താണ്? അഗുംബെ. അതിനെ ദക്ഷിണേന്ത്യയിലെ ചിറാപുഞ്ചി എന്ന് വിളിക്കുന്നു. എന്താ വിളിക്കണേ? ദക്ഷിണേന്ത്യയിലെ ചിറാപുഞ്ചി എന്ന് വിളിക്കുന്നുണ്ട്. ഇനി അടുത്തത്, കർണാടകയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ പാർക്ക് ഉണ്ട്. നമ്മളിപ്പോ കേരളത്തില് ഒരു ബട്ടർഫ്ലൈ സഫാരി പാർക്ക് ഉണ്ട്. അത് കൊല്ലം ജില്ലയിലെ തെന്മലയാണെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർണാടകയിലാണ്. ബന്നാർഹട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. കർണാടകയിലെ ബന്നാർഹട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. സംസാരിക്കുന്നത് കൃത്യമായിട്ട് ക്ലിയർ ആവണില്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് ഇടണം കേട്ടോ, കമന്റ് ബോക്സിൽ ഇടണം. അതായത് കുറച്ച് നാളായിട്ട് എനിക്ക് കാര്യമായിട്ടുള്ള കോൾഡ് ഉണ്ട്. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ മൂക്ക് രണ്ടുങ്ങനെ അടഞ്ഞു പോവാണ്. അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക്, അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഇന്ത്യയിൽ ആദ്യത്തെ കുറെ കാര്യങ്ങൾ കർണാടകയിൽ നടന്നതായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം.
ഇന്ത്യയിൽ ആദ്യമായിട്ട് ആരോഗ്യ അദാലത്ത് നടപ്പിലാക്കിയത് കർണാടകയിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ആരോഗ്യ അദാലത്ത് നടപ്പിലാക്കിയത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കർണാടകയിലാണ്. ഇന്ത്യയിൽ ആദ്യത്തെ പുകരഹിത ഗ്രാമം കർണാടകയിലാണ്. കർണാടകയിലെ വ്യാജകുരഹള്ളി എന്ന് പറയുന്ന ഗ്രാമമാണ്. അപ്പൊ കർണാടകയിലെ വ്യാജകുരഹള്ളി എന്ന് പറയുന്ന ഗ്രാമം ഇന്ത്യയിലെ ആദ്യത്തെ പുകരഹിത ഗ്രാമമാണ്. അതുപോലെ തന്നെ നമ്മൾ റെയിൽവേ ബഡ്ജറ്റ് പൊതു ബഡ്ജറ്റ് വേറെ വേറെ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പിന്നെ അത് ഒന്നാക്കി മാറ്റി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ കൃഷിക്ക് വേണ്ടി പ്രത്യേക ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യത്തെ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർണാടകയാണ്. കൃഷിക്ക് വേണ്ടി ആദ്യമായിട്ട് പ്രത്യേക ബഡ്ജറ്റ്. അതുപോലെ യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനവും കർണാടകയാണ്. യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കർണാടകയാണ് കേട്ടോ. ഇനി അടുത്തത് സാർക്ക് സമ്മേളനത്തിന് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരം കർണാടകയിലെ പ്രസിദ്ധമായിട്ടുള്ള ബാംഗ്ലൂർ നഗരമാണ്. അതുപോലെ ലോകസുന്ദരി മത്സരത്തിന് 1986 സാർക്ക് സമ്മേളനം നടക്കണേ. അതിനുശേഷം 10 കൊല്ലത്തിന് ശേഷം 1996 ലോകസുന്ദരി മത്സരത്തിന് വേദിയാവാണ്. അത് ഒരേ ഒരു ഇന്ത്യ നഗരേ അങ്ങനെ വേദിയായിട്ടുള്ളൂ. അതും കർണാടകയിലെ ഏത് തന്നെയാണ്? ബാംഗ്ലൂർ എന്ന് പറയുന്ന നഗരം. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് വൈദ്യുതീകരിച്ച നഗരം ഏതാണ്? ബാംഗ്ലൂരാണ്. അതുപോലെ ISROന്റെ വാണിജ്യ വിഭാഗമായ ആട്രിക്സ് കോർപ്പറേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതിന്റെ ആസ്ഥാനം. അതുപോലെ തന്നെ ISROന്റെ തന്നെ ആസ്ഥാനമായ അന്തരീക്ഷ ഭവൻ, ഇതൊക്കെ എവിടെയാണ്? ബാംഗ്ലൂരാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്രീകൃത സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷൻ റെയിൽവേ ടെർമിനൽ, ഇന്ത്യയിലെ ആദ്യത്തെ സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷൻ റെയിൽവേ ടെർമിനൽ സ്ഥാപിതമായത്, നിലവിൽ വന്നത് എവിടെയാണ്? കർണാടകയിലെ ബാംഗ്ലൂരിലാണ് എന്ന് ഓർക്കുക. പൂർണ്ണമായും ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ഇലക്ട്രിക് ബസ് പ്രവർത്തനം ആരംഭിച്ച നഗരവും ബാംഗ്ലൂരാണ്. പൂർണ്ണമായും ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ഇലക്ട്രിക് ബസ് പ്രവർത്തനം ആരംഭിച്ച നഗരവും ബാംഗ്ലൂരാണ്. പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ക്രിപ്റ്റോ കറൻസിക്ക് വേണ്ടിയിട്ടുള്ള ATM പ്രവർത്തനം ആരംഭിച്ച വർഷം, ഇന്ത്യയിൽ ആദ്യമായി ക്രിപ്റ്റോ കറൻസിക്ക് ആയിട്ടുള്ള ATM പ്രവർത്തനം ആരംഭിച്ചതും എവിടെയാണ്? ബാംഗ്ലൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രവാസി യൂണിവേഴ്സിറ്റി സ്ഥാപിതമായ നഗരവും ബാംഗ്ലൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രവാസി യൂണിവേഴ്സിറ്റി സ്ഥാപിതമായ നഗരവും ബാംഗ്ലൂർ നഗരാണ്. ദക്ഷിണേന്ത്യയിൽ സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് മെട്രോ റെയിൽവേ ആരംഭിച്ചത് ബാംഗ്ലൂരാണ്. ആ മെട്രോ റെയിൽവേയുടെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, നമ്മ മെട്രോ എന്നാണ് ഇതിന്റെ പേര്. എന്താണ്? നമ്മ മെട്രോ. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായി ബൈക്ക് ആംബുലൻസ് സംവിധാനം, നമ്മള് ബൈക്ക് ആംബുലൻസ് കേട്ടിട്ടില്ലേ അങ്ങനെ അല്ലെ? ഇന്ത്യയിൽ ആദ്യമായി അങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്തിയതും എവിടെയാണ്? നമ്മുടെ ബാംഗ്ലൂരാണ്. ഇന്ത്യയിൽ ആദ്യത്തെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായതും ബാംഗ്ലൂരാണ്. ഇന്ത്യയിൽ ആദ്യത്തെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ. അപ്പൊ ഇതൊക്കെ കാര്യങ്ങളാണ് കർണാടകയിലെ ബാംഗ്ലൂർ എന്ന് പറയുന്ന ആ ഒരു സിറ്റിയിൽ സ്ഥാപിച്ചിട്ടുള്ളത് അല്ലെ. ഈ ബാംഗ്ലൂർ സിറ്റിക്ക് കുറേ പേരുണ്ട് അല്ലെ. റേഡിയോ സിറ്റി, ഇന്ത്യയുടെ പൂന്തോട്ട നഗരം, സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ, പെൻഷനേഴ്സ് പാരഡൈസ്, ഇലക്ട്രോണിക് സിറ്റി ഇതൊക്കെ വിളിക്കുന്നത് നമ്മുടെ കർണാടകയിലെ പ്രശസ്തമായിട്ടുള്ള നഗരമായ ബാംഗ്ലൂരാണ്. ആ ബാംഗ്ലൂരിന്റെ ശില്പി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെമ്പഗൌഡ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോ ഈ ബാംഗ്ലൂര് എന്ന പേര് ബംഗളൂരു എന്ന പേരായി മാറിയത് 2014 അപ്പൊ ബാംഗ്ലൂര് ഇപ്പോൾ ബംഗളൂരു എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അത് 2014 മുതലാണ്. ബാംഗ്ലൂർ നഗരത്തിന്റെ ശില്പി കെമ്പഗൌഡയാണ്. റേഡിയോ സിറ്റി, ഇന്ത്യയുടെ പൂന്തോട്ട നഗരം, പെൻഷനേഴ്സ് പാരഡൈസ്, ഈ സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ, ഇലക്ട്രോണിക് സിറ്റി ഇതൊക്കെ വിളിക്കുന്നത് ഏതിനെയാണ്? നമ്മുടെ ഈ ബാംഗ്ലൂരിനെയാണ് എന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഇനി അടുത്തത്, ബാംഗ്ലൂരിൽ കുറെ അധികം സ്ഥാപനങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട്. ഏതൊക്കെ സ്ഥാപനങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ്? നമ്മുടെ കാനറ ബാങ്കിന്റെ ആസ്ഥാനം ബാംഗ്ലൂരാണ്. ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസിന്റെ ആസ്ഥാനം ബാംഗ്ലൂരാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസിന്റെ ആസ്ഥാനം ബാംഗ്ലൂരാണ്. അപ്പൊ ഏതൊക്കെയാ? കാനറ ബാങ്ക്, ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് ഒക്കെ ബാംഗ്ലൂരുണ്ട്. ഇനി ഇന്ത്യൻ കോഫി ബോർഡിന്റെ ആസ്ഥാനം ബാംഗ്ലൂരാണ്. ഇന്ത്യൻ കോഫി ബോർഡ്. രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം ബാംഗ്ലൂരാണ്. ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡും ബാംഗ്ലൂരാണ്. ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് ആസ്ഥാനം ബാംഗ്ലൂരാണ്.
ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് വളരെ പ്രധാനമാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഒരു കാര്യം കൂടി പ്രധാനമാണ്, ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ്. ഇതൊക്കെ എവിടെയാണ്? ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. കഴിഞ്ഞ ദിവസം ഗുജറാത്ത് പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് കാര്യമായിട്ട് പഠിക്കാണ്ട്, വലിയ സംസ്ഥാനമാണ്. അതുപോലെ തന്നെയാണ് കർണാടകയെ കുറിച്ചും എനിക്ക് പറയാനുള്ളത്. കുറച്ചധികം കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാണ്ട്, അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ച് കേട്ടിരുന്ന് പഠിക്കുക കേട്ടോ. ഇനി 103ാമത്തെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് വേദിയായ നഗരം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാംഗ്ലൂരാണ്, സോറി മൈസൂരാണ്. 103ാമത്തെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് വേദിയായത് മൈസൂരാണ്. 103ാമത്തെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് വേദിയായത് മൈസൂരാണ്. ഓർത്തു വെക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് പറയണത്, ഇന്ത്യയിൽ ആദ്യമായിട്ട് സൗരോർജ വൈദ്യുത വേലി നിർമ്മിക്കപ്പെട്ടത് ഒരു വന്യജീവി സങ്കേതത്തിന്റെ പേര് ചോദിച്ചു. ഇന്ത്യയിൽ കുറേയധികം വന്യജീവി സങ്കേതങ്ങളുണ്ട് അല്ലേ? അതിൽ കർണാടകയിലെ ബണ്ണാർഹട്ട എന്ന് പറയുന്ന ഒരു വന്യജീവി സങ്കേതത്തിലാണ് ഇത്രയും ഇന്ത്യയിൽ ആദ്യമായിട്ട് സൗരോർജ വൈദ്യുത വേലി നിർമ്മിക്കപ്പെട്ടത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സൗരോർജ വൈദ്യുത വേലി നിർമ്മിക്കപ്പെട്ടത് കർണാടകയിലെ ബണ്ണാർഹട്ട എന്ന് പറയുന്ന എവിടെയാണ്? വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണ് എന്ന് ഓർത്തു വെക്കുക. അപ്പൊ കർണാടകയിലെ പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങളുടെ പേരൊന്നും പറഞ്ഞ്, ഒന്ന് ബണ്ണാർഹട്ട, അടുത്തത് ബ്രഹ്മഗിരി. ഏതാണ്? ബ്രഹ്മഗിരി. അടുത്തത് തലക്കാവേരി വൈൽഡ് ലൈഫ് സാങ്ച്വറി. അടുത്തത് അറബിത്തിട്ട് വൈൽഡ് ലൈഫ് സാങ്ച്വറി, ബ്രഹ്മഗിരി വൈൽഡ് ലൈഫ് സാങ്ച്വറി, തലക്കാവേരി വൈൽഡ് ലൈഫ് സാങ്ച്വറി, പിന്നെ നമ്മൾ പറഞ്ഞു മണ്ണാർഹട്ട വൈൽഡ് ലൈഫ് സാങ്ച്വറി. കൂടാതെ അവിടെ കുറിച്ച് എന്താ പറയാ, നാഷണൽ പാർക്കുകൾ അഥവാ ദേശീയോദ്യാനങ്ങൾ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് നാഗർഹോള അഥവാ രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക്. നാഗർഹോള നാഷണൽ പാർക്ക് അല്ലെങ്കിൽ രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് കർണാടകയിലാണ്. അൻഷി, ഏതാണ്? അൻഷി നാഷണൽ പാർക്ക് നമ്മുടെ ബാംഗ്ലൂരാണ്, അല്ലെങ്കിൽ സോറി കർണാടകയിലാണ്. ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് കർണാടകയിലാണ്. കുദ്രിമുഖ് കർണാടകയിലാണ്. വളരെ പ്രധാനമാണ്. ബന്ദിപ്പൂർ, നാഗർഹോള, കുദ്രിമുഖ് ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ബന്ദിപ്പൂർ നാഷണൽ പാർക്ക്, കുദ്രിമുഖ് നാഷണൽ പാർക്ക്, നാഗർഹോള നാഷണൽ പാർക്ക്, അൻഷി നാഷണൽ പാർക്ക് ഒക്കെ കർണാടകയിലാണ്. നാഗർഹോളയുടെ വേറൊരു പേരെന്താ? രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് എന്നാണ്. ഇനി കർണാടകയിൽ കുറച്ച് ബേർഡ് സാങ്ച്വറി ഉണ്ട്. ബൊണാൽ ബേർഡ് സാങ്ച്വറി. നിങ്ങൾ എല്ലാവർക്കും പരിചിതമായ കർണാടകയിലെ പക്ഷി കാശി എന്ന് വിശേഷിപ്പിക്കുന്ന രംഗത്തിട്ടു ബേർഡ് സാങ്ച്വറി. കർണാടകയിലെ പക്ഷി കാശി എന്ന് വിശേഷിപ്പിക്കുന്ന രംഗത്തിട്ടു ബേർഡ് സാങ്ച്വറി. ബങ്കപ്പുര ബേർഡ് സാങ്ച്വറി, അതൊരു മയിൽ, നമ്മുടെ ചൂലന്നൂര് മയിൽ സംരക്ഷണ കേന്ദ്രമുള്ള പോലെ ബങ്കപ്പുര എന്ന് പറയുന്നത് ഒരു മയിൽ സംരക്ഷണ കേന്ദ്രമാണ്. അതും എവിടെ തന്നെയാണ്? നമ്മുടെ കർണാടകയിൽ തന്നെയാണ്. ഇനി കർണാടകയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടത്തിന്റെ പേരാണ് ജോഗ് വെള്ളച്ചാട്ടം. ജോഗ് വെള്ളച്ചാട്ടം കർണാടകയില് ശരാവതി എന്ന് പറയുന്ന നദിയിലാണ്. എവിടെയാണ്? ശരാവതി നദിയിലാണ് കേട്ടോ. ഈ ജോഗ് വെള്ളച്ചാട്ടത്തിന്റെ മറ്റൊരു പേര് ഗർസോപ്പ വെള്ളച്ചാട്ടം എന്നാണ്. എന്താണ്? ഗർസോപ്പ വെള്ളച്ചാട്ടം എന്നും അത് അറിയപ്പെടുന്നു. ഇനി അടുത്തത് കമ്പള എന്ന് പറയുന്ന ഒരു ഉത്സവമുണ്ട്. കമ്പള എന്താണെന്നറിയോ? ഉത്സവം അല്ലെങ്കിൽ മത്സരം എന്നൊക്കെ ഇതിന് വിശേഷിപ്പിക്കാം. കമ്പള അതൊരു പോത്തോട്ട മത്സരമാണ്. പണ്ട് കാലത്തൊക്കെ പരമ്പരാഗതമായിട്ട് കർണാടക സ്റ്റേറ്റിൽ നടത്തി വരുന്ന ഒരു പോത്തോട്ട മത്സരമാണ് കമ്പള. അതിന് നിയമസാധുത നൽകിയ സംസ്ഥാനം കൂടിയാണ് കർണാടക. അതിന് നിയമസാധുത നൽകിയ സംസ്ഥാനമാണ് കർണാടക. ഇനി കർണാടകയെ കുറിച്ച് പറയുമ്പോൾ സംസ്ഥാനത്തിന് ഒരു പ്രത്യേക പതാക രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കമ്മിറ്റി രൂപീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കർണാടക. അതിനൊരു കാരണം ഉണ്ട് കേട്ടോ. എന്താണ്? സംസ്ഥാനത്തിന് ഒരു പ്രത്യേക പതാക രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രത്യേക കമ്മിറ്റിക്കൊക്കെ രൂപം നൽകിയ സംസ്ഥാനമാണ് കർണാടക. അങ്ങനെ ഒരു രൂപം നൽകാൻ കാരണം ഇന്ത്യയിലെ തന്നെ ഏക അംഗീകൃത പതാക നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ ഹുബ്ലി എന്ന് പറയുന്ന സ്ഥലത്താണ്. കർണാടകയിലെ ഹുബ്ലി എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നു. അതിന്റെ പേര് കർണാടക ഖാദി ഗ്രാമോദ്योग സംയുക്ത സംഘം എന്നാണ്. കർണാടക ഖാദി ഗ്രാമോദ്योग സംയുക്ത സംഘം എന്നാണ്. ഇനി ഇന്ത്യയിലെ വോട്ടിംഗ് മഷി നിർമ്മിക്കുന്ന സ്ഥാപനവും കർണാടകയിലുണ്ട്. കർണാടകയില് മൈസൂരാണ് അതിന്റെ സ്ഥലം. മൈസൂർ പെയിന്റ്സ് ആൻഡ് വാർണിഷ്. അത് അവിടെയാണ് വോട്ടിംഗ് മെഷീൻ നിർമ്മിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലം.
ഇനി കോവിഡ് നമുക്കറിയാം, അത്രയും വലിയൊരു മഹാമാരിയായിരുന്നു കോവിഡ് അല്ലേ. ആ കോവിഡ് മരണം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് കർണാടക സംസ്ഥാനത്താണ്. അതുപോലെ ഇലക്ട്രിക് ബൈക്ക് ടാക്സി സിസ്റ്റം ഉണ്ടല്ലോ, ഇലക്ട്രിക് ബൈക്ക് ഇലക്ട്രിക് ടാക്സി എന്ന് പറയുന്ന ആ സംവിധാനം ആദ്യമായിട്ട് ആരംഭിച്ചതും നമ്മുടെ കർണാടക സംസ്ഥാനമാണ് കേട്ടോ. ഇനി അടുത്തത് ശിശു സംരക്ഷണ മന്ദിരങ്ങൾ ധാരാളം നമ്മൾക്കറിയാം ഉണ്ട്. അവിടെ രാഷ്ട്രീയ രീതിയിൽ, സാംസ്കാരിക രീതിയിൽ, അല്ലെങ്കിൽ കലാരംഗത്തെ പ്രമുഖരൊക്കെ പങ്കെടുത്ത്, അല്ലെങ്കിൽ അവിടുത്തെ തന്നെ കുടുംബാംഗങ്ങളൊക്കെ പങ്കെടുത്ത് പിറന്നാളും അങ്ങനെയൊക്കെ ആഘോഷിക്കാറൊക്കെ ഉണ്ട് അല്ലേ. അങ്ങനെ നമ്മൾ ഈ ശിശു സംരക്ഷണ സമിതികളിലൊക്കെ അങ്ങനെ ആഘോഷിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സംഭവം പാടില്ല. അത് നിരോധിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കർണാടകയാണെന്നും കൂടി ഓർത്തു വെക്കുക. ഇനി കർണാടകയില് ഈ എന്താ പറയുന്നത്, നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിമാനമുണ്ട്, സൂര്യ കിരൺ വിമാനം. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ആ സൂര്യ കിരൺ വിമാനങ്ങളുടെ ആസ്ഥാനം എവിടെയാന്ന് ചോദിച്ചാൽ കർണാടകയിലെ ബിദാർ എന്ന് പറയുന്ന സ്ഥലത്താണ്. കർണാടകയിലെ ബിദാറിലാണ്. അതുപോലെ ഹുബ്ലി, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതായത് പതാക നിർമ്മാണശാല ഹുബ്ലി. ആ ഹുബ്ലിയിലല്ലേ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനമുണ്ട്. അപ്പൊ സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ഹുബ്ലിയിലാണ് എന്ന് ഓർത്തു വെക്കുക. കർണാടകയിലെ പ്രസിദ്ധമായിട്ടുള്ള സ്വർണ്ണഖനികൾ ഏതാണ്? കോളാർ സ്വർണ്ണഖനി, ഹട്ടി സ്വർണ്ണഖനി. അപ്പൊ കോളാറ്, ഹട്ടി തുടങ്ങിയവ കർണാടകയിലെ പ്രസിദ്ധമായിട്ടുള്ള സ്വർണ്ണഖനികളാണ്. സ്വർണ്ണം ധാരാളം ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റേറ്റ് ആണ് നമ്മൾ പഠിച്ചു. ഏറ്റവും ആഴം കൂടിയ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആഴം കൂടിയ സ്വർണ്ണഖനി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോളാർ സ്വർണ്ണഖനിയാണ് എന്ന് ഓർത്തു വെക്കണം കേട്ടോ. അതുപോലെ നമ്മൾ ടൂറിസ്റ്റുകൾക്ക് വളരെ പ്രസിദ്ധമായിട്ടുള്ള കുറേയധികം ടൂറിസ്റ്റുകൾ എത്തുന്ന വൃന്ദാവൻ ഗാർഡൻ മൈസൂരാണ്. ഞാൻ ശങ്കരാചാര്യരെ എവിടെയൊക്കെ ഇന്ത്യയിൽ മഠങ്ങൾ സ്ഥാപിച്ചു എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ശങ്കരാചാര്യർ സ്ഥാപിച്ച മഠമായ ശൃംഗേരി മഠം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കുംഭഗോപുരമാണ് ഗോൽഗുംബസ്. ഗോൽഗുംബസ് നമ്മൾ അത് മെഡിവൽ ഇന്ത്യ പഠിച്ചപ്പോൾ ഞാൻ മുഹമ്മദ് ആദിൽ ഷായെ കുറിച്ചും അദ്ദേഹത്തിന്റെ ശവകുടീരത്തെ കുറിച്ചും അങ്ങനെയുള്ളതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ കർണാടകയിലെ ഹംപി വിജയനഗര സാമ്രാജ്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇവിടെ പറയില്ല കേട്ടോ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ക്ലാസ് തീരില്ലേ ഹിസ്റ്ററിയും കൂടി ഇതിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ. അപ്പൊ ഇമ്പോർട്ടന്റ് ഫാക്ട്സ് മാത്രമാണ് നമ്മൾ ഇതിൽ പറയുന്നത്. മറ്റു ഭാഗത്ത് പറഞ്ഞതൊന്നും ഇവിടെ നമ്മൾ പറയില്ല. അതുപോലെ തന്നെ കർണാടകയിലെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഇരുമ്പുരുക്കുശാലയുണ്ട്. ആ ഇരുമ്പുരുക്കുശാലയുടെ പേര് വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്കുശാല എന്നാണ്. കർണാടകയിലാണ് കേട്ടോ. വിശ്വേശ്വര ഇരുമ്പുരുക്കുശാല കേട്ടോ. ഇനി അതുപോലെ തന്നെ മംഗലാപുരം കർണാടകയിലാണെന്ന് നമുക്കറിയാം. ഈ മംഗലാപുരം നഗരം ഉണ്ടല്ലോ, അത് സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് നദീതീരാണ്? നേത്രാവതി നദീതീരത്താണ്. ഏത് നദീതീരത്താ? നേത്രാവതി നദീതീരത്താണ്. ഇനി കർണാടകത്തിന്റെ കവാടം എന്ന് വിളിക്കുന്നത് ഏതിനെയാന്ന് ചോദിച്ചാൽ ബാംഗ്ലൂരിനെയാണ്. ഏതിനെയാണ്? ബാംഗ്ലൂരിനെയാണ് കർണാടകത്തിന്റെ എന്താണ് കവാടം എന്ന് വിളിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേജർ ആയിട്ടുള്ള ഒരു ജലവൈദ്യുത പദ്ധതി കർണാടകയിലാണല്ലോ, കാവേരി നദിയിലാണല്ലോ. എന്താണ് അതിന്റെ പേര്? ശിവസമുദ്രം എന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ മേജർ ജലവൈദ്യുത പദ്ധതിയാണ് ശിവസമുദ്രം. അതുപോലെ ഇന്ത്യൻ റെയിൽവേയും കർണാടക ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെയും ആഭിമുഖ്യത്തിൽ ഒരു ആഡംബര ട്രെയിൻ സർവീസ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ പേര് ഗോൾഡൻ ചാരിയറ്റ് എന്നാണ്. എന്താണ്? ഗോൾഡൻ ചാരിയറ്റ്. അതും എവിടെയൊക്കെയാണ്? കർണാടകത്തിലാണ് കേട്ടോ. ഓർത്തു വെക്കുക. കർണാടക ടൂറിസം, നമ്മൾ നേരത്തെ കർണാടക ടൂറിസത്തിനെ കുറിച്ച് പറയണ്ടായി. എന്താണ്? ഒരു സംസ്ഥാനം പല ലോകങ്ങൾ എന്ന് പറയുന്നതാണ് കർണാടക ടൂറിസത്തിന്റെ ആപ്തവാക്യം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ കർണാടക ടൂറിസം കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇന്ത്യൻ റെയിൽവേയുടെ സഹകരണത്തോടു കൂടി ഒരു ആഡംബര ട്രെയിൻ സർവീസ്. അതിന്റെ പേര് ഗോൾഡൻ ചാരിയറ്റ് എന്നാണ് ഓർത്തു വയ്ക്കുക. അതുപോലെ തന്നെ കർണാടകത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് വ്യക്തികളെ കുറിച്ച് ഒന്ന് ഓർക്കുവോ? ഒന്ന് വിശ്വേശ്വരയ്യ, അതുപോലെ രാജാരാമണ്ണ, നമ്മുടെ മാക്സ് അല്ലെ, ശകുന്തള ദേവി, അതുപോലെ തന്നെ പുരന്ദരദാസൻ, നമ്മുടെ ഐശ്വര്യ റോയ്, ഇവരൊക്കെ തന്നെ എവിടുത്തെ വ്യക്തികളാണ്? കർണാടകക്കാരാണെന്ന് ഓർത്തു വെക്കണം. ഇനി കർണാടകയിലെ കുറച്ച് സ്ഥാപനങ്ങൾ ഒന്ന് പഠിച്ചാലോ നമുക്ക്. റെയ്ച്ചൂർ താപവൈദ്യുത നിലയം, റെയ്ച്ചൂർ. അപ്പൊ റെയ്ച്ചൂർ താപവൈദ്യുത നിലയം എവിടെയായിരിക്കും? റെയ്ച്ചൂരാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യുനാനി മെഡിസിൻ, ബാംഗ്ലൂർ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യുനാനി മെഡിസിൻ, ബാംഗ്ലൂർ. അതുപോലെ തന്നെ റെയിൽവേ വീൽ ഫാക്ടറി യലഹങ്ക, റെയിൽവേ വീൽ ഫാക്ടറി യലഹങ്ക. സെൻട്രൽ ഫുഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, മൈസൂർ. സെൻട്രൽ ഫുഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, മൈസൂർ. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജ്, മൈസൂർ. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജ്, മൈസൂർ. നാഷണൽ റിസർച്ച് സെന്റർ ഫോർ കാഷ്യൂ, നാഷണൽ റിസർച്ച് സെന്റർ ഫോർ കാഷ്യൂ, പുത്തൂർ. അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ്, ബാംഗ്ലൂർ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ്, ബാംഗ്ലൂർ. ഇതൊക്കെ
കർണാടകയിലാണ്. ഇനി കർണാടകയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് അപ്പിക്കോ മൂവ്മെന്റ്. നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ഇതിനു വേണ്ടിയിട്ട് വൃക്ഷങ്ങളെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പാണ്ഡുരംഗ ഹെഗ്ഡെ എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ 1983 ആരംഭിച്ച പ്രസ്ഥാനമാണ് അപ്പിക്കോ മൂവ്മെന്റ്. ആരംഭിച്ചത് എവിടെയാണ്? കർണാടകയിലാണെന്ന് ഓർക്കുക. അതുപോലെ നമ്മളോട് ചോദിക്കുകയാണ്, എന്താണ് സ്റ്റാറ്റ്യൂ ഓഫ് പ്രോസ്പിരിറ്റി? അങ്ങനെ ഒരു സ്റ്റാച്യു ഉണ്ടോ? സ്റ്റാച്യു ഓഫ് പ്രോസ്പിരിറ്റി എന്താണ്? ആ സ്റ്റാച്യുവിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ പ്രത്യേകത അടുത്തിടെ നമ്മുടെ ബാംഗ്ലൂരിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു പ്രതിമയാണ് ഏത്? സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന് സോറി, സ്റ്റാച്യു ഓഫ് പ്രോസ്പിരിറ്റി എന്ന് പറയുന്നത്. ഇത് 108 അടി ഉയരമുള്ള പ്രതിമയാണ്. കർണാടകയിലെ എവിടെയാണ്? എന്താ പറയുന്നത്? ബാംഗ്ലൂരിലാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. നാദപ്രഭു കെമ്പഗൌഡ നാദപ്രഭു കെമ്പഗൌഡ എന്ന് പറയുന്ന വ്യക്തിയുടെ 108 അടി ഉയരത്തിലുള്ള പ്രതിമയെ ആണ് സ്റ്റാച്യു ഓഫ് പ്രോസ്പിരിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോ സ്റ്റാച്യു ഓഫ് പ്രോസ്പിരിറ്റി എന്ന് വിളിക്കുന്നത് കർണാടകത്തില് ബാംഗ്ലൂർ സ്ഥാപിച്ച ഒരു പ്രതിമയാണ്. ഈ പ്രതിമയ്ക്ക് 108 അടി ഉയരമുണ്ട്. അത് നാദപ്രഭു കെമ്പഗൌഡ കേട്ടോ. നാദപ്രഭു കെമ്പഗൌഡയുടെ പേരിലാണ് ഈ ഒരു എന്താ പറയുന്നത് പ്രതിമ കാണപ്പെടുന്നത്. 108 അടി ഉയരമുള്ള പ്രതിമ കാണപ്പെടുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ബാംഗ്ലൂരിനെ കുറിച്ച് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. കൂടാതെ ബാംഗ്ലൂരിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമുക്കറിയാം, ശ്രീനാരായണ ഗുരുവിന്റെ ജന്മദിനം നമ്മൾ ആഘോഷിക്കാറുണ്ട് കേരളത്തിൽ, ഇല്ലേ? പക്ഷേ കേരളം കൂടാതെ ശ്രീനാരായണ ഗുരുവിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന വേറൊരു ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കർണാടകയാണെന്നാ പറയാ. അതുപോലെ തന്നെ അവിടുത്തെ ഒരു പ്രോജക്റ്റിന്റെ പേരാണ് മുഖ്യമന്ത്രി സാന്ത്വന ഹരീഷ് യോജന പദ്ധതി. മുഖ്യമന്ത്രി സാന്ത്വന ഹരീഷ് യോജന പദ്ധതി ഇതെന്താണെന്നറിയാമോ? അപകടത്തിൽപ്പെട്ടവരെ സംരക്ഷിക്കാനായിട്ട് കർണാടക ഗവൺമെന്റ് തുടങ്ങിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഭൂഗർഭ മെട്രോ എവിടെയാ സ്ഥാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും കർണാടകത്തിലാണ്. അത് ബാംഗ്ലൂരാണെന്ന് പറയും. അതുപോലെ ഇന്ത്യയുടെ ആത്മഹത്യാ പട്ടണം എന്ന് വിശേഷിപ്പിക്കുന്ന നഗരം കൂടിയാണ് ബാംഗ്ലൂർ. അപ്പൊ ഇത്രയും കാര്യമാണ് പ്രധാനമായിട്ടും ബാംഗ്ലൂർ അല്ലെങ്കിൽ കർണാടക എന്ന് പറയുന്ന നമ്മള് കർണാടകയേക്കാൾ കൂടുതൽ ബാംഗ്ലൂർ എന്നാണ് ഏറ്റവും കൂടുതൽ ടൂർ പോവുക, ബാംഗ്ലൂർക്ക് ടൂർ പോവുക അങ്ങനെ പറയാറ് അല്ലെ. അപ്പൊ ബാംഗ്ലൂർ എന്ന് പറയുന്ന അല്ലെങ്കിൽ കർണാടക എന്ന് പറയുന്ന സംസ്ഥാനത്തെ കുറിച്ചും അതിലെ പ്രസിദ്ധമായിട്ടുള്ള ബാംഗ്ലൂർ എന്ന് പറയുന്ന സിറ്റിയെ കുറിച്ചും പറയാറുണ്ട്. ഇടയ്ക്കൊക്കെ ഒരു അക്ഷരപശുഖം കാര്യങ്ങളൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ക്ഷമിക്കണം. കാരണം വേറൊന്നും കൊണ്ടല്ല, അത്ര സുഖമില്ലാത്തത് കൊണ്ടാണ്. കുറച്ച് ഉച്ചത്തിൽ സംസാരിക്കാനും അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയാൻ എനിക്ക് പറ്റണില്ല. തലവേദനയും കാര്യമായിട്ടുള്ള കോൾഡും ഉള്ളത് കൊണ്ടാണ്. എന്നാലും ക്ലാസ് മുടക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ക്ലാസ് ഇടുന്നത് കേട്ടോ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പൊ എന്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളാണെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും. അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.